ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ നവംബറിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡയറക്ടർ നന്ദ കിഷോർ കഥ എഴുതി സംവിധാനം ചെയ്ത് മോഹൻലാൽ, റോഷൻ മെഗ, സന്യ കപൂർ, സാറ എസ് ഖാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച വൃക്ഷഭ എന്ന മൂവി നവംബർ 6 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഡാൻ ട്രാറ്റൻബർഗ് സംവിധാനം ചെയ്ത് എൽ.എ. ഫാനിങ്, ദിമിത്രിയസ് ഷ്വിറ്റർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പ്രെഡേറ്റർ ബാഡ് ലാൻഡ്സ് എന്ന മൂവി നവംബർ 7 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സതീഷ് തൻവി സംവിധാനം ചെയ്ത് അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ, ജോമോൻ ജ്യോതിർ, വിനീത് തട്ടിൽ, അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഇന്നസെന്റ് എന്ന മൂവി നവംബർ 7 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ വെങ്കട്ട് കല്യാൺ സംവിധാനം ചെയ്ത് സുധീർ ബാബു, ദിവ്യ ഗോസ, സൊനാക്ഷി സിൻഹ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ജഡാധാര എന്ന മൂവി നവംബർ 7 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ രാഹുൽ രവീന്ദ്രൻ സംവിധാനം ചെയ്ത് ദീക്ഷിത് ഷെട്ടി, രശ്മിക മദാന, രോഹിണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ദ ഗേൾ ഫ്രണ്ട് എന്ന മൂവി നവംബർ 7 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സുപ്രാൻ വർമ്മ സംവിധാനം ചെയ്ത് ഇമ്രാൻ ഹഷ്മി, യാമി ഗൗതം, ഷീബ ചന്ദ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഹക്ക് എന്ന മൂവി നവംബർ 7 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സാരൻ തിയാഗോ സംവിധാനം ചെയ്ത് കിഷൻ ദാസ്, അർഷദ് ഖാൻ, VTV ഗണേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ആരോമലെ എന്ന മൂവി നവംബർ 7 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ആദിത്യ സുഹാസ് സംവിധാനം ചെയ്ത് മാനവ് കൗൾ, നിലോഫർ ഹാമിദ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ബാരാമുള്ള എന്ന മൂവി നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ നവംബർ 7 റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ വിൻസ് ഗില്ലിഗൻ കഥ എഴുതി സംവിധാനം ചെയ്ത് റിയ സിനോൺ, കരോലിന പെട്ര എന്നിവർ കഥാപാത്രങ്ങളായി അഭിനയിച്ച ഫ്ലോറിബസ് എന്ന മൂവി ആപ്പിൾ TV OTT പ്ലാറ്റ്ഫോമിലൂടെ നവംബർ 7 റിലീസ് ചെയ്യുന്നതാണ്. ഇതൊരു വെബ് സീരീസാണ്. ഷിഫാലി ഷാ, ഹ്യൂമ ഗ്രേഷി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഡൽഹി ക്രൈം സീസൺ 3 നവംബർ 13 നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നു. ജുനിച്ചി ഒക്കാഡ, യുമിയ ഫുജിസാക്കി, ഹിരോഷി തമാക്കി, കായ കിയോഹാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ദ ലാസ്റ്റ് സമുറായി എന്ന മൂവി നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ നവംബർ 13 റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഗൗതം തനിയൽ സംവിധാനം ചെയ്ത് ലുക്മാൻ അവറാൻ, ദൃശ്യ രഘുനാഥ്, മനോഹരി ജോയ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച അതിഭീകര കാമുകൻ എന്ന മൂവി നവംബർ 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സെൽവമണി സെൽവരാജ് കഥ എഴുതി സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, സമുദ്രഖനി, ഭാഗ്യശ്രീ ബോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കാന്ത എന്ന മൂവി നവംബർ 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ പ്രഭു സോളമൻ കഥ എഴുതി സംവിധാനം ചെയ്ത് അർജുൻ ദാസ്, മതി, ശ്രിത റാവു, അരീഷ് പേരടി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കുംകി 2 നവംബർ 14 തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ KP രോഹിത് കഥ എഴുതി സംവിധാനം ചെയ്ത് സായ് ധരം തേജ്, ജഗ്പതി ബാബു, ഐശ്വര്യ ലക്ഷ്മി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച SYG സംബാല യതി ഗാട്ടു എന്ന മൂവി നവംബർ 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ അതുൽ ശർമ്മ സംവിധാനം ചെയ്ത് അജയ് ദേവ്ഗൻ, മാധവൻ, രഘുൽപ്രീത് സിംഗ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ദേ ദേ പ്യാർ ദേ 2 നവംബർ 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സുധൻ ഗൗഡ കഥ എഴുതി സംവിധാനം ചെയ്ത് മാസ്റ്റർ വേദിക് കുശാല്, മാസ്റ്റർ സായൻ അബൈ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കന്നഡ മൂവി വലവര നവംബർ 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ റൂബൻ ഫിഷർ സംവിധാനം ചെയ്ത് ജെബി ഐസക് ബർഗ്, എല ഫിഷർ, വുഡി ഹാരൻഷൻ, മോർഗൻ ഫ്രീമാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച നൗ യു സീ ബി നൗ യു ഡോണ്ട് എന്ന മൂവി നവംബർ 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ എഡ്ഗർ റൈറ്റ് സംവിധാനം ചെയ്ത് ഗ്ലെൻ പവൽ, വില്യം എസ് മേസി, ഡാനിയൽ എസ്ര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ദ റണ്ണിംഗ് മാൻ നവംബർ 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ അലക്സ് വു കഥ എഴുതി സംവിധാനം ചെയ്ത് ഗ്രൈഗ് റോബിൻസൺ, സിമു ലിയു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഇൻ യുവർ ഡ്രീംസ് എന്ന ആനിമേഷൻ മൂവി നവംബർ 14 നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ റോബിൻ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ, അനുഷ്ക, പ്രഭുദേവ, വിനീത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കത്തനാർ എന്ന മൂവി നവംബർ 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡയറക്ടർ ജൽമാരി ഹെലാൻഡർ കഥ എഴുതി സംവിധാനം ചെയ്ത് ജെർമ ടോമിലാഡ്, സ്റ്റീഫൻ ലാങ്, റിച്ചാർഡ് ബ്രേക്ക് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സിസു റോഡ് ടു റിവെഞ്ച് എന്ന മൂവി നവംബർ 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഈ സിനിമ 2022 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മൂവി സിസുവിൻ്റെ തുടർച്ചയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. സൂപ്പർ മൂവിയാണ്, ഒരു രക്ഷയില്ലാത്ത മൂവിയാണ്. ഡയറക്ടർ മിലാബ് സവേരി കഥ എഴുതി സംവിധാനം ചെയ്ത് റിതേഷ് ദേശ്മുഖ്, വിവേക് ഒബ്രായ്, അൽതാഫ് ശിവദാസ്നി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച മസ്തി 4 നവംബർ 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു.
ഡയറക്ടർ ജോൺ എം ചു സംവിധാനം ചെയ്ത് സിന്ധിയ റിയോ, അരിയാന ഗ്രാൻഡെ, ജോനാഥൻ ബെയ്ലി, മിഷേൽ യോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച അമേരിക്കൻ മ്യൂസിക്കൽ ഫാന്റസി മൂവി വിഗ് ഫോർ ഗുഡ് എന്ന മൂവി നവംബർ 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ രാജനീഷ് ഗായ് സംവിധാനം ചെയ്ത് അൻകിത് ശിവാജി, അമിതാഭ് ബച്ചൻ, ഇജാസ് ഖാൻ, റാഷി ഖന്ന, ഫർഹാൻ അക്തർ, അതുൽ സിംഗ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച 120 ബഹാദൂർ എന്ന മൂവി നവംബർ 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ വിക്രം ഭട്ട് സംവിധാനം ചെയ്ത് ഗൗരവ് വാജ്പേയി, മിമോ ചക്രവർത്തി, മൻവീർ ചൗധരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ഹൊറർ മൂവി 100 ഗോസ്റ്റ് ഓഫ് ദ പാസ്റ്റ് എന്ന മൂവി നവംബർ 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഹിക്കാരി സംവിധാനം ചെയ്ത് ബ്രണ്ടൻ ഫ്രേസർ, ഷാനൻ മഹീന, ഗോർമാൻ, അകിര ഇമോട്ടോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച റെൻ്റൽ ഫാമിലി എന്ന മൂവി നവംബർ 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. കെ സാജൻ്റെ കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജോജു ജോർജ്, അർജുൻ അശോകൻ, ബോബി കുര്യൻ, ബാബുരാജ്, സനിയ അയ്യപ്പൻ, സുകന്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച വരവ് എന്ന മൂവി നവംബർ 22 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ജാരഡ് ബുഷ് കഥ എഴുതി സംവിധാനം ചെയ്ത് ജേസൺ ബേറ്റ്സ്മാൻ, ഇദ്രിസ് എൽബ, ആൻഡി ഹാംബർഗ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച സുട്ടോപ്പിയ 2 എന്ന ആനിമേഷൻ മൂവി നവംബർ 26 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ മനീഷ് ബാബു സംവിധാനം ചെയ്ത് ഷൈം ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അർച്ചന കവി, മാളവിക മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച 13-ാം രാത്രി എന്ന മൂവി നവംബർ 26 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ജിതിൻ കെ ജോസ് കഥ എഴുതി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, മീര ജാസ്മിൻ, രജിഷ വിജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച കള്ളങ്കാവൽ എന്ന മൂവി നവംബർ 27 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ആനന്ദ് എൽ റോയ് സംവിധാനം ചെയ്ത് ധനുഷ്, കൃതി സെനോൻ, സുശീൽ ദാഹിയ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച തേരെ ഇഷ്ക് മേൻ എന്ന മൂവി നവംബർ 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. മഹേഷ് ബാബു പി കഥ എഴുതി സംവിധാനം ചെയ്ത് രാം പൊത്തിനേനി, ഉപേന്ദ്ര, ഭാഗ്യശ്രീ ബോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ആന്ധ്ര കിങ് താലൂക്ക് എന്ന മൂവി നവംബർ 28 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ക്രിസ് തിരുകുമാരൻ കഥ എഴുതി സംവിധാനം ചെയ്ത് അരുൺ വിജയ്, സിദ്ധി ദിനാനി, തന്യ രവിചന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച രട്ടത്തല എന്ന മൂവി നവംബർ 30 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത് അജു വർഗീസ്, നിഖില വിമൽ, അക്കീം ഷാ, രമേഷ് പിഷാരടി, ഇർഷാദ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച പെണ്ണ് കേസ് എന്ന മൂവി നവംബർ മാസം റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ അജയ് ഷാജി സംവിധാനം ചെയ്ത് അജു വർഗീസ്, ജാഫർ ഇടുക്കി, കലാപൻ ഷാജോൻ, ഡയാന ഹമീദ്, സുനിൽ സുഗത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ആമോസ് അലക്സാണ്ടർ എന്ന മൂവി നവംബർ മാസം റിലീസ് ചെയ്യുന്നതാണ്. ഇനി ഏതെങ്കിലും പുതിയ സിനിമകൾ റിലീസ് ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇതിലേതെങ്കിലും സിനിമയുടെ റിലീസിൽ വല്ല മാറ്റം ഉണ്ടെങ്കിലും അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ബൈ.